ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ KR ഫർണിച്ചർ മാർട്ട്. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവ് ദുരിതത്തിൽ. തൃക്കൂർ മതിക്കുന്ന് സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ 46 വയസ്സുള്ള കണ്ണനാണ് ഒരു മാസത്തിലേറെയായി ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ മാസം 12-ന് തൃക്കൂർ മേക്കട്ടിയിലായിരുന്നു അപകടം. കൂലിപ്പണിക്കാരനായ കണ്ണൻ പണി കഴിഞ്ഞു വരുന്നതിനിടെ തെരുവുനായ സ്കൂട്ടറിൽ വന്നിടിക്കുകയായിരുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കണ്ണൻ വീട്ടിൽ തുടർ ചികിത്സയിൽ കഴിയുകയാണ്. കണ്ണന്റെ ഏക വരുമാനമാണ് കുടുംബത്തിന്റെ ആശ്രയം. പിന്നെ വണ്ടിയിൽ കൊണ്ടിരിക്കാനും പറ്റില്ല. എൻ്റെ വണ്ടി ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് മണിക്കുമ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ അത് വന്ന് തന്നെ മെക്കട്ട് ഞാനിപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ആലാണെങ്കിൽ വണ്ടിയുടെ അടിയിൽ പണിയുന്നു. വേറെ ജീവിതത്തിന് വേറെ മാർഗമൊന്നുമില്ല. ആരും പിന്നെ പെട്ടെന്ന് നമ്മളെ സഹായിക്കാനൊക്കെ നമ്മളെ പറയാം ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്നത്. അതെനിക്ക് എന്നെ ഒന്നാവുന്ന സഹായങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരുന്നു. ഇത്ര നാളായി ജോലിക്ക് പോകാൻ കഴിയാതെ കിടപ്പിലായ കണ്ണന് പഞ്ചായത്ത് അംഗങ്ങളായ പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ, സൈമൺ നമ്പാടൻ, സിന്ധുമോൾ എന്നിവർ ചേർന്ന് നൽകിയ ആശുപത്രി ഉപകരണങ്ങൾ ആശ്വാസമായിരിക്കുകയാണ്. തൃക്കൂർ പഞ്ചായത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് 5000 രൂപ ധനസഹായം അനുവദിച്ചിരുന്നു. എന്നാൽ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് കൂടുതൽ ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ ആവശ്യപ്പെട്ടു. അപകടങ്ങൾ പതിയിരിക്കുന്നു. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലും ഇത്തരം അപകടങ്ങളിൽ അകപ്പെടുന്നത്. തൃക്കൂർ പഞ്ചായത്ത് പൂണിശ്ശേരിയിൽ 7-ാം വാർഡിലെ കണ്ണൻ എന്ന് പറയുന്ന വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു പയ്യൻ, അദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൃക്കൂരിൽ വെച്ചിട്ടാണ് ഈ തെരുവുനായ വട്ടം ചാടി അദ്ദേഹം മറിഞ്ഞു വീഴുകയും കാലിന് താൽക്കാലികമായ പ്ലാസ്റ്റർ ഇട്ട് കുറച്ചു കാലം ഇരുന്നെങ്കിലും പിന്നീട് വീണ്ടും ഡോക്ടറെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കാല് സർജറി ചെയ്തിരിക്കുക. അപ്പോൾ തെരുവുനായ ശല്യം രൂക്ഷമായതിനാൽ ഗ്രാമപഞ്ചായത്തുകൾ അടിയന്തരമായി ധനസഹായം നൽകുന്ന വെറും 5000 രൂപ മാത്രമാണ്. എന്നാൽ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന തെരുവുനായ ശല്യം കൊണ്ട് ഇത്തരം രീതിയിൽ അപകടം പറ്റിയാൽ ആ അപകടത്തിന് വേണ്ട ധനസഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. കണ്ണന്റെ കുടുംബത്തിന് കൂടുതൽ ധനസഹായം ലഭിക്കാൻ ജില്ലാ നിയമസഹായ വേദിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് അംഗങ്ങൾ. തൃക്കൂർ പഞ്ചായത്തിൽ അടുത്തിടെയുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഫർണിച്ചർ വിപണന രംഗത്ത് 25 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്തതയാർജിച്ച KR ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് ഏവർക്ക് സ്വാഗതം. ഡ്യൂറോഫ്ലെക്സ്, പെപ്സ്, റീപോസ്, റെബ്കോ, കുർലോൺ, കൊയ്റോൺ തുടങ്ങി 20-ലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് 15% മുതൽ 40% വരെ ഡിസ്കൗണ്ട്. യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചും സൗജന്യം. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ KR ഫർണിച്ചർ മാർട്ട്.